ജനാധിപത്യത്തിന്റെ സുവർണ നിമിഷങ്ങളാണ് ഇന്ന് കണ്ടത്. ആരും തോൽപ്പിക്കപ്പെടാൻ അല്ലാത്തവരാണ് എന്ന് കരുതാൻ ആവില്ല എന്ന് വ്യക്തമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഏകപക്ഷീയമായി തുടർച്ചയായി വിജയം നേടിക്കൊണ്ടിരുന്ന BJPയെ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഇന്ത്യ സഖ്യത്തിന് യോജിപ്പോടെ ഒന്നിച്ചു നിന്നത് വഴി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ കോൺഗ്രസിന് നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. സമാജ്വാദി പാർട്ടി നിർണായക ശക്തിയായി ഉയർന്നു വന്നു എന്നീ പ്രത്യേകതകൾ എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തൃണമൂൽ കോൺഗ്രസും തങ്ങളുടേതായ സ്വാധീനം ഈ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൽ ചെലുത്തി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പമാണ് സഖ്യകക്ഷികളെ ചേർത്ത് നിർത്തി അധികാരം തുടരുവാൻ BJPക്ക് കഴിയുമോ, അതോ മുന്നണി രാഷ്ട്രീയത്തിന്റെ കരുനീക്കങ്ങൾ വീണ്ടും രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാകാൻ പോവുകയാണോ എന്നീ ചോദ്യങ്ങൾ ഉയരുന്നത്. നിലവിൽ BJPക്ക് NDA എന്ന രീതിയിൽ ഭരണത്തിൽ തുടരുവാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എങ്കിൽ പോലും ഇതിനു മുൻപ് ഇന്ത്യൻ രാഷ്ട്രീയം പലതവണ കണ്ട ചാണക്യ തന്ത്രങ്ങൾക്ക് കോപ്പുകൂട്ടുന്നതാണോ ഇന്നത്തെ ജനവിധി? ഈ സംശയം വരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. എന്താകും ഇന്ത്യയുടെ ഭാവി? ഇന്ന് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നവർ അനിൽ ബോസ്, കോൺഗ്രസിന്റെ നേതാവ്, CPM-നെ പ്രതിനിധീകരിച്ച് മുൻ MP കൂടിയായ ശ്രീ A. സമ്പത്ത്, BJPയെ പ്രതിനിധീകരിച്ച് ശ്രീ JR പത്മകുമാർ എന്നിവരാണ്. ആദ്യം ശ്രീ അനിൽ ബോസ്, അഭിനന്ദനങ്ങൾ. താങ്കൾ നേരത്തെ തന്നെ ഏറ്റവും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു. ഏത് ചർച്ചയിൽ വരുമ്പോഴും അവിടെ ഇന്ത്യ സഖ്യത്തിന് കൃത്യമായിട്ട് മുന്നോട്ട് വരാൻ കഴിയുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. താങ്കൾ ഒരു വേള 300-ന് മുകളിൽ പോലും ഇന്ത്യ സഖ്യത്തിന് സീറ്റുകൾ കിട്ടും എന്ന് പറഞ്ഞയാളാണ്. എന്തായാലും അത്രയും എത്തിയിട്ടില്ല എങ്കിൽ പോലും BJPയെ നേരിടുവാൻ, നേർ നിന്ന് പോരാടുവാൻ ഇവിടെ എതിർ പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ കഴിയും എന്നതിൻ്റെ ഉദാഹരണം ഇന്ന് കണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വിജയത്തിന് പിന്നിലുള്ള ശക്തികൾ താങ്കളുടെ വിലയിരുത്തലിൽ? ഒന്നാമത്തെ കാര്യം, ഒരു ചെറിയ തിരുത്ത്. ഇന്ത്യ സഖ്യം 300 കടക്കുമെന്നല്ല, ഇന്ത്യ സഖ്യം ഇന്ത്യയെ വീണ്ടെടുക്കും, 300-ലധികം സീറ്റുമായി ഗവൺമെൻറ് ഉണ്ടാക്കും എന്നാണ് മാർച്ച് 22-ാം തീയതി മുതൽ ഇതുവരെയുള്ള എല്ലാ ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളത്. അത് ഇന്നത്തെ ഈ ചർച്ചയിലും ഞാൻ ആവർത്തിക്കുന്നു. ഇന്ത്യ സഖ്യം ഗവൺമെൻറ് ഉണ്ടാക്കും. അതിനുള്ള കൂടിയാലോചനകൾ ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് ഔദ്യോഗിക തലത്തിലേക്ക് നാളെ വരികയാണ്. ഔദ്യോഗികമായത് പുറത്തേക്ക് നാളെ വരികയാണ്. ഒരു സർപ്രൈസ് പ്രധാനമന്ത്രിയുമായി ഇന്ത്യ സഖ്യം ഈ ഇന്ത്യ മഹാരാജ്യത്തെ നയിക്കും. വലിയ പ്രതീക്ഷ നൽകുന്ന വളരെ പോസിറ്റീവായ കാഴ്ചപ്പാടാണ് ഇപ്പോഴും എനിക്കുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ സഖ്യത്തിൻ്റെ 28 കക്ഷികൾ മാത്രമല്ല, മറ്റ് പുറത്തു നിൽക്കുന്ന കക്ഷികളും ഒരു വേള, ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ തന്നെ ചർച്ചയിൽ പറഞ്ഞു, BJPയുടെ സഖ്യകക്ഷികൾ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങളുടെ ഇൻട്രാക്ഷൻ നടന്നു വരികയാണ് എന്ന് പറഞ്ഞു. എല്ലാ എക്സിറ്റ് പോളും തെറ്റും. അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ വിജയം, ആ ജനങ്ങളുടെ വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ വിജയത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. ജനങ്ങളോട് ഈ രാഷ്ട്രീയത്തിനെതിരായി ഇലക്ഷൻ കമ്മീഷന്റെ, EDയുടെ, CBIയുടെ, NIAയുടെ, ജുഡീഷ്യറിയുടെ എന്ന് വേണ്ട വർഗീയ രാഷ്ട്രീയത്തിനെതിരായി സർവ്വതും മറന്നൊരുമിച്ച കക്ഷി രാഷ്ട്രീയത്തിനതീതമായ രാജ്യ താൽപര്യം മുൻനിർത്തി ചിന്തിച്ച മുഴുവൻ ജനങ്ങൾക്കും ഇന്ത്യ സഖ്യത്തിനു വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊന്നുകൂടി അറിയണം. മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാമക്ഷേത്രം പണിത് അവിടെ പോയി ഒരു നാടക നടൻ എന്നുള്ള നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ പൂജാരിയുടെ ജോലിയുണ്ടല്ലോ, അത് കപടഭക്തരുടെ പ്രതീതി ഇന്ത്യ മഹാരാജ്യത്തിന് ബോധ്യപ്പെട്ടു. യഥാർത്ഥ രാമഭക്തന്മാർ, യഥാർത്ഥ ഈശ്വര ഭക്തന്മാർ ഈ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ പാർട്ടികളിലല്ലാതെയുമുണ്ട്. അവർക്ക് വളരെ ബോധ്യപ്പെടുകയാണ് കന്യാകുമാരിയിൽ നടത്തിയത്, അതുപോലെ തന്നെ അയോധ്യയിൽ നടത്തിയത് ബോധ്യപ്പെടുകയാണ്. അയോധ്യ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുമത വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ ക്ഷേത്രങ്ങളും നിൽക്കുന്ന സ്ഥലമാണ് വാരണാസി. എന്താ സ്ഥിതി? ഒരു വേള ഇന്ത്യയുടെ പ്രധാനമന്ത്രി പുറകിൽ പോയി. ഇപ്പോൾ 1.5 ലക്ഷം വോട്ടിന് ഏങ്ങി വലിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളെ എല്ലാ കാലത്തും ഭക്തിയുടെ മുഖം മൂടി അണിഞ്ഞ് കബളിപ്പിക്കാൻ കഴിയില്ല, വർഗീയ വികാരം ആളിക്കത്തിച്ച് കബളിപ്പിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ്. എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ഹിന്ദുമത വിശ്വാസികളുണ്ട്, ഈശ്വര ഭക്തന്മാരുണ്ട്. അതൊന്നും നാട്യത്തിന് വേണ്ടിയുള്ള ഭക്തിയല്ല, വോട്ടിന് വേണ്ടിയുള്ള ഭക്തിയല്ല. ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന ഹിന്ദു വിഭാഗങ്ങൾ, അവരുടെ തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളും ദുരിതം അനുഭവിക്കുന്നതിന്റെ പ്രതികരണം ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രാധാന്യം കപട ഭക്തർക്കെതിരെ
യഥാർത്ഥ ഭക്തരുടെ വോട്ടവകാശം കൂടി വിനിയോഗിച്ച തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പിന്നെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളുടെ മാനിഫെസ്റ്റോ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ വിജയമാണ്. ആ വിജയം വളരെ കൃത്യമായി ഈ രാജ്യത്തെ നയിക്കാൻ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു നേതൃത്വം ഉണ്ടാകും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, രാജ്യം അപ്രതീക്ഷിതമായി കേൾക്കുന്ന ഒരു പേരായിരിക്കും സർപ്രൈസ് പ്രധാനമന്ത്രി രാജ്യത്തിനുണ്ടാവും. അതെന്താണ് ഈ സർപ്രൈസ് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ? താങ്കൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇന്ത്യ സഖ്യത്തിലുള്ള നേതാക്കൾ അവരിൽ ഇൻടാക്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം താങ്കൾ പറഞ്ഞു. അതിലുള്ള പാർട്ടികളല്ല, അതിനപ്പുറത്തേക്ക് ചില പാർട്ടികൾ. അത് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും JDU, തെലുങ്ക് ദേശം പാർട്ടി ഇവരാണല്ലോ. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു, എന്തായാലും ഇവിടെ നിന്നൊരു സന്ദേശം അങ്ങോട്ട് പോയിട്ടുണ്ടാകുമെന്ന് കരുതാം. അപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെയാണ്. കാരണം ഒരുമിച്ച് മത്സരിച്ചവരാണല്ലോ. അപ്പോൾ അവരെ ഉറപ്പിച്ചു നിർത്തുവാൻ കൂടുതൽ സൗകര്യം അങ്ങനെ നിൽക്കുന്നവർക്കാണ്. അതായത് NDAക്ക് തന്നെയാണ്, BJPക്ക് തന്നെയാണ് കൂടുതൽ സൗകര്യം ഈ പറയുന്ന തെലുങ്ക് ദേശം പാർട്ടിയെയും JDUവിനെയും ഒപ്പം നിർത്താൻ. അവർ രണ്ടും കൂടി കൂടിയാൽ 30 സീറ്റുകളായി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാന്ത്രിക സംഖ്യയ്ക്കും അപ്പുറം കടന്നു കഴിഞ്ഞു കാര്യങ്ങൾ. പിന്നെയുള്ള ചെറിയ പാർട്ടികൾ അവരെ കൂടെ, ഇപ്പോൾ ശിവസേനയ്ക്ക് ഉണ്ട് എത്രയോ സീറ്റുകൾ, അത് ഷിൻഡെ ശിവസേനയ്ക്ക്. പിന്നെയുള്ളത് മറ്റേ LJPക്ക് കുറച്ച് സീറ്റുകളുണ്ട്. ഇതെല്ലാം കൂടി വാരി അങ്ങനെ ഒരു 290-നും 95-നും ഇടയ്ക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ കരുതുന്നത് JDUവിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന തെലുങ്ക് ദേശം പാർട്ടിയുടെയും പിന്തുണ ആണല്ലോ. അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ സർപ്രൈസ്? ഇപ്പം ഇതൊന്നും ഇപ്പോൾ വിശദമാക്കുന്നില്ല. നാളെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം നടക്കുകയല്ലേ. ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം നടക്കട്ടെ, അതിൻ്റെ ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സൺസ് കാര്യങ്ങൾ പറയട്ടെ, ഇന്ത്യ സഖ്യത്തിൻ്റെതായ തീരുമാനം വരട്ടെ. ഒരു കാര്യം മഞ്ജുഷ, ഞാൻ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ മുൻപ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. ഇന്ത്യ സഖ്യം ഗവൺമെൻറ് ഉണ്ടാക്കും. ഇന്ത്യ സഖ്യം ഗവൺമെൻറ് ഉണ്ടാക്കും. ജനം കൈയടിച്ച് സ്വീകരിക്കുന്ന പ്രധാനമന്ത്രി വരും. ജനം കൈയടിച്ച് സ്വീകരിക്കുന്ന നാട്യക്കാരനല്ലാത്ത പ്രധാനമന്ത്രി വരും. നാടിനെ മനസ്സിലാക്കിയിട്ടുള്ള, നാട്ടിലെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനമന്ത്രി വരും. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയുടെ ഇതിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. ശരി, ഇതിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. പ്രധാനപ്പെട്ട വാർത്ത വന്നതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ഡെവലപ്മെന്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മുരളീധരൻ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. തത്സമയം വാർത്താ സമ്മേളനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് പോയത്. മുരളീധരൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് തൽക്കാലം വിട്ടുനിൽക്കുകയാണ്. ലീഡറുടെ മകൻ മുരളീധരൻ അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. തൃശ്ശൂരിലേറ്റ തോൽവി അദ്ദേഹത്തെ വേദനിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഇടതു മുന്നണി തൃശ്ശൂർ ജയിച്ചിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും സങ്കടമുണ്ടാവില്ലായിരുന്നു. BJPയോട് ഏറ്റുമുട്ടി അദ്ദേഹം മൂന്നാമത് പോയി. അദ്ദേഹത്തിന്റെ പ്രതികരണം: എല്ലാവരും പ്രവർത്തിച്ചു. അതെ അതെ അതെ, അല്ല അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വെറുതെ അതിന് എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ഇലക്ഷന് തോരുമെന്ന് വിചാരിച്ചിട്ട് സ്വാഭാവികമായിട്ട് റിസൾട്ട് വരുമ്പോഴായിരിക്കില്ല ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുകയും തിരിയുകയും ചെയ്യുക. പാർട്ടി കമ്മിറ്റികളിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അല്ല, അത് സംസ്ഥാന നേതൃത്വത്തിനോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു കോർഡിനേഷൻ ഇല്ല എന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചു. തൃശ്ശൂരിൽ കോർഡിനേഷൻ ഇല്ല. അതെ. ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നാ പറഞ്ഞത്? ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. സംസ്ഥാന നേതൃത്വം പിന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നോക്കാനല്ലേ പറ്റൂ. മുരളിയേട്ടനെ പോലെ ഒരാളെ, അതായത് ഈ കോൺഗ്രസിന്റെ ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മുന്നിൽ ഏത് ഫൈറ്റിന് മുന്നിൽ ഒരാളെ താൽക്കാലികമായിട്ടെങ്കിൽ കോൺഗ്രസ് നഷ്ടപ്പെടും. അതിനിപ്പോ എല്ലാ ഫൈറ്റും കയറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വെറുതെ ശത്രുത വിളിച്ച് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ട് പക്ഷെ അവർ വേണ്ടത്ര പരിഗണന അതിന് നൽകിയില്ല അല്ലെ? അവര് വന്നു, വിളിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പരിഗണന ഉണ്ടായില്ല. സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് 2 യോഗത്തിന് വന്നു, രമേശ് ചെന്നിത്തല 2 യോഗത്തിന് വന്നു. പക്ഷെ അന്നേ രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു, മാറണ്ട, വടകരയിൽ തന്നെ മത്സരിച്ചാൽ ഉറപ്പായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു എന്താ പറഞ്ഞത്, പത്മജ പാർട്ടിയിൽ നിന്ന് പോയി ഇവിടെ എന്താ മല മറയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കും, അത്രയേ ഉള്ളൂ. അത് വേണ്ടി റിഗ്രറ്റ് ഉണ്ട്.
വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. വടകരയിൽ തന്നെ നിന്നാൽ ജയിക്കുമായിരുന്നു. ആരാണ് അതിന് വല്ലാതെ പ്രസ് ചെയ്ത് കൊണ്ടുവന്നത്? അതിനെക്കുറിച്ചൊക്കെ എന്തിനാ വെറുതെ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയല്ലോ. ഈ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കടത്തു പോകുന്ന എനിക്കറിയാം, കുരുതി കൊടുക്കുകയായിരുന്നു. അതൊക്കെ ജനം ഭാവിയിൽ തീരുമാനിക്കണം. പിന്നെ ഞാനതിന് നിന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുരുതി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനെന്തിനാ നിന്ന് കൊടുക്കാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ശരി, ഓക്കെ ഓക്കെ. മത്സരരംഗത്തേക്ക് ഇനിയില്ല. കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കുകയില്ല എന്നും കെ മുരളീധരൻ പറയുകയാണ്. തൃശൂരിലെ തോൽവിക്ക് ശേഷമുള്ള കെ മുരളീധരന്റെ ആദ്യ പ്രതികരണത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഞാൻ അതിഥികളിലേക്ക് വരാം, അവർ കൂടി കേൾക്കാനാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതും അദ്ദേഹത്തിന്റെ ബൈറ്റ് കേൾപ്പിച്ചതും. കുറച്ച് സമയം കൂടി തുടരണം. ഈ നമുക്ക് ദേശീയ രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യാം. TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണല്ലോ. VS സുനിൽകുമാർ ജയിച്ചായിരുന്നെങ്കിലും തനിക്ക് പ്രശ്നമില്ലായിരുന്നു, പക്ഷേ BJP ജയിച്ചത് മാനസികമായ പ്രയാസമുണ്ടാക്കിയെന്ന വലിയൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് മുരളീധരൻ. അതേസമയം തനിക്ക് വേണ്ടി നേതാക്കൾ വന്നില്ല, വലിയ നേതാക്കൾ വന്നില്ല എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണല്ലോ. എന്താണ് മുരളീധരൻ ഉദ്ദേശിക്കുന്നത്? മഞ്ജുഷ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്, ഒപ്പം നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. കാരണം തൃശ്ശൂരിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ മുരളീധരൻ എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യമാണ് രാവിലെ മുതൽ തന്നെ ഈ സുരേഷ് ഗോപിയുടെ ഒരു ഭൂരിപക്ഷം ഉയർന്ന ചോദ്യം. സ്വാഭാവികമായും മുരളീധരൻ പ്രതീക്ഷിച്ച നീക്കത്തിലേക്ക് തന്നെ വരുന്നു. കടുത്ത നിലപാടെടുക്കുന്നു, പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നു, തനിക്ക് വേണ്ടി പാർട്ടിയുടെ നേതാക്കളൊന്നും കളത്തിൽ ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം വലിയ തെറ്റായ ഒരു രാഷ്ട്രീയ തീരുമാനമായി പോയി വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള മാറ്റം എന്നതാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. പാർട്ടിക്ക് വേണ്ടി താൻ ബലിയാടാവുകയായിരുന്നു, താൻ എന്തിനു നിന്നുകൊടുത്തു എന്ന ചോദ്യമാണ് അദ്ദേഹം സ്വയം ഉന്നയിക്കുന്നത്. എന്നു മാത്രമല്ല, മുരളീധരൻ ചില കടുത്ത തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നു. താൻ ഇനി തൽക്കാലത്തേക്ക് പൊതുരംഗത്തേക്കില്ല, കോൺഗ്രസിന്റെ ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പൊതുരംഗത്തേക്ക് ഇടപെടാൻ തൻ്റെ സാന്നിധ്യം ഇനി കോൺഗ്രസിനൊപ്പം ഉണ്ടാവില്ല എന്ന് മുരളീധരൻ പറയുന്നു എന്നതാണ് സാഹചര്യം. അതിനും അപ്പുറത്തേക്ക് മുരളീധരൻ ചില കടുത്ത നിലപാടുകൾ പാർട്ടി നേതൃത്വത്തെയും അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുരളീധരനെ അനുനയിപ്പിക്കാൻ നേതാക്കളുടെ പല കുറിയുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അനിലക്കരെ, ഒപ്പം തന്നെ TN പ്രതാപൻ, ഒപ്പം തന്നെ തൃശ്ശൂരിലെ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ മുരളീധരനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങൾ നടത്തി. പക്ഷേ അദ്ദേഹം അത് ചെവിക്കൊണ്ടിട്ടില്ല. അതിനൊടുവിലാണിപ്പോൾ മാധ്യമങ്ങളെ കണ്ട് മുരളീധരൻ ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. മുരളീധരനെ സംബന്ധിച്ച് ഇതൊരു വൈകാരിക പോരാട്ടം കൂടിയാണ്. നമുക്കറിയാം, സഹോദരി BJP ചേർന്നപ്പോൾ എടുത്ത രാഷ്ട്രീയ തീരുമാനമാണ് വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരിക എന്നുള്ളത്. അവിടെ വിജയിക്കേണ്ടത് മുരളീധരൻ ഒരു അഭിമാന പ്രശ്നമാണ്. അവിടെ തിരിച്ചടി ഉണ്ടായി. നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്, തെരഞ്ഞെടുപ്പിൽ പോളിംഗ് തീർന്നതിന് ശേഷം മാധ്യമങ്ങളോട്, പ്രത്യേകിച്ച് ന്യൂസ് 18 മുരളീധരൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. തനിക്ക് ചില മോശം അനുഭവങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങേയറ്റം നഷ്ടപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ തന്നെ പ്രകടമാകുന്നത്. വലിയ വിഷയമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. സജിത്ത്, അടുത്ത ബുള്ളറ്റിൽ നമുക്കിത് വളരെ വിശദമായിട്ട് നൽകുകയും ചെയ്യാം. ഇപ്പോൾ A സമ്പത്ത് മുൻ MP ചേരുന്നു, ഒപ്പം അനിൽ ബോസ് തുടരുന്നുണ്ട്. JR പത്മകുമാർ അല്പസമയത്തിനുള്ളിൽ ചേരും BJPയുടെ പ്രതിനിധിയായിട്ട്. ശ്രീ A സമ്പത്ത്, കേരളത്തിൽ UDFന്റെ തിളക്കമാർന്ന വിജയം എന്ന് പറയുമ്പോൾ ഇതൊരു UDFന്റെ തരംഗമടിക്കുകയായിരുന്നു കേരളത്തിൽ എങ്ങും. കനൽ ഒരു തരി മാത്രം അവശേഷിച്ചു വീണ്ടും LDFന്റെ. അത് ആലപ്പുഴ ഇത്തവണ ഇല്ല, പകരം ആലത്തൂരിൽ. പക്ഷേ ഇവിടെ വലിയ ചർച്ചാ വിഷയവും പ്രശ്നവുമായിരിക്കുന്നത് BJP അക്കൗണ്ട് തുറന്നു എന്നതിലാണല്ലോ. നിങ്ങൾ അതിൽ കാണുന്ന പ്രശ്നം എന്താണ്? ഇതിലെങ്ങനെയാണ് നിങ്ങൾ UDFനെ മാത്രം ഉത്തരവാദികളാക്കുന്നത്? സുനിൽ ഇന്ന് അതും സംസാരിച്ചിരുന്നു. സുനിൽ പക്ഷേ സംസാരിച്ചപ്പോൾ LDFും പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മുരളീധരന്റെ ഈ മാനസിക പ്രയാസം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് തന്നെ തൽക്കാലം മാറി നിൽക്കുകയാണ്. BJP ഒരു സീറ്റ് നേടിയാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം പ്രതിഫലിക്കുന്നത് എന്തുകൊണ്ടാണ്? മഞ്ജുഷ, നമ്മുടെ ചർച്ചയിൽ ഞാൻ തുടക്കത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളെയും, ജനപ്രതിനിധികളായി മാറിയ 18ാം ലോക്സഭയിലേക്ക് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരെയും
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരെ അഭിനന്ദിക്കാനായി ഞാൻ ഈ വേള ഉപയോഗിക്കുകയാണ് നമ്മുടെ ഈ ചർച്ചയിൽ. അതിൽ എനിക്ക് പേരെടുത്തറിയാവുന്നവരും എനിക്ക് അറിഞ്ഞുകൂടാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് അത്തരത്തിലുള്ളവരുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണ്. അവരെല്ലാവരും ഭരണഘടനയോട്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയോട് കൂറും പ്രതിപത്തിയും, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ അലിജിയൻസ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ പൊതുജീവിതം അത് തുടർന്നു പോകട്ടെ എന്നതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ടത് പറയാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാഷ്ട്രത്തിലെ തെരഞ്ഞെടുപ്പ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്മതിദായകർ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ്, ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നതായ രാഷ്ട്രത്തിൽ നടക്കുന്നതായ തെരഞ്ഞെടുപ്പ്, ഏറ്റവും നീണ്ടുനിന്ന കാലയളവ് വെച്ചാണെങ്കിൽ അങ്ങനെ, അതെന്തുകൊണ്ട് എന്നൊക്കെ ഉള്ളത് പിന്നീട് ചർച്ചകളിലൊക്കെ വരട്ടെ, അങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പ്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിട്ടുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. ആ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആ ഗവൺമെൻറ് നിലവിലുള്ള NDA ഗവൺമെൻറ് അതിൻ്റെ ഒരു തുടർച്ചയായി വരുമോ, അതല്ല ഇന്ത്യ സഖ്യത്തിൻ്റെതായ ഗവൺമെൻറ് അത്തരത്തിൽ ഇപ്പോൾ ശ്രീ അനിൽ ബോസ് സൂചിപ്പിച്ചതുമാതിരി വരുമോ, അത്തരം കാര്യങ്ങളെല്ലാം ഇറ്റ് ഈസ് യെറ്റ് ടു ബി സീൻ. നമ്മൾ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഇപ്പോൾ തന്നെ ഈ മണിക്കൂറുകളിൽ വളരെ ഗൗരവമേറിയ ചർച്ചകൾ അത്തരത്തിൽ നടക്കുന്നൊരു സമയമാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ നടത്തിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആ പ്രവർത്തകരും നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും നമ്മുടെ പൊതുസമൂഹത്തിൽ ഈ വോട്ട് രേഖപ്പെടുത്താൻ വന്നവരും ഒക്കെ ഇക്കാര്യത്തിൽ ഒരു നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തോട് കാണിച്ചൊരു കൂറ്, അതിനോടുള്ളൊരു അതുണ്ടല്ലോ, അതിന് നമ്മൾ നൽകുന്നൊരു സാങ്ക്ടിറ്റി, അതിൻ്റെ ക്രെഡിബിലിറ്റി, അതെല്ലാം ഉയർത്തിപ്പിടിക്കുന്നതിന് വലിയ സഹായകമായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു ശരിയാണ്, മോദി സർക്കാരിനെതിരെയുള്ള ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വിജയമെന്ന് താങ്കൾ എന്തായാലും കാണുന്നുണ്ടല്ലോ. പക്ഷെ അത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇടതല്ല, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഇടതല്ല, പകരം കോൺഗ്രസിലാണ് വിശ്വാസം കൂട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരില്ലേ കേരളത്തിലെ ജനവിധി കൂടി വെച്ച് നോക്കുമ്പോൾ? ശ്രീ എ സമ്പത്ത്, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തനിയാവർത്തനം, 2019 തനിയാവർത്തനമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. എപ്പോഴും നമ്മൾ പറയുമല്ലോ മഞ്ജുഷ, ഈ വിജയത്തിന് ഒരുപാട് അവകാശികൾ ഉണ്ടാവാം, പരാജയം അനാഥനം പോലെയായിരിക്കും എന്നത്. അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തതായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ അതിൻ്റെ ഒന്നും പ്രസക്തിയൊന്നും കുറയുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം നേടാനായി കഴിഞ്ഞില്ല എന്നുള്ളതും, അപ്പോൾ UDFന്, അപ്പോൾ വേണമെങ്കിൽ അനിൽ ബോസിനൊക്കെ പറയാം ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയമാണ് അത്തരം കാര്യങ്ങൾ കേരളത്തിൽ എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ, അത് ബൂത്ത് തലത്തിൽ അത്തരത്തിൽ ലഭിച്ചിട്ടുള്ള വോട്ടുകൾ, വിവിധ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതായ വോട്ടുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളെല്ലാം വരട്ടെ. ഞാൻ എന്താ ഇപ്പോൾ ഇത് പറഞ്ഞതെന്നറിയോ? ശ്രീ കെ മുരളീധരൻ്റെ വാർത്താ സമ്മേളനം താങ്കളിപ്പോൾ ഇതിനിടയിൽ കാണിച്ചു. അദ്ദേഹം അക്കാര്യത്തിൽ വൈകാരികമായി പറഞ്ഞ ചില കാര്യങ്ങളിൽ അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിനകത്തുള്ള ചില ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും മതസംഘർഷങ്ങളെയും സംബന്ധിച്ച് മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതിൻ്റേതായ കുറച്ചുകൂടി തുറന്ന രൂപത്തിൽ അത്തരത്തിൽ ഇനി മറ്റു ദിവസങ്ങളിൽ എന്ത് എന്നുള്ളത് ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ ചർച്ചയിൽ എൻ്റെ രാഷ്ട്രീയമായി പലപ്പോഴും കേരളത്തിലെ വിഷയങ്ങൾ പറയുമ്പോൾ എതിർചേരിയിലാണ് അനിൽ ബോസ് നിന്നിട്ടുള്ളത് എങ്കിൽ പോലും ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അദ്ദേഹം വളരെ ഗൗരവമേറിയതും വളരെ ആത്മവിശ്വാസത്തോടു കൂടി ചില കാര്യങ്ങൾ പറയാനായി തയ്യാറായി. നമ്മുടെ മുമ്പ് ചില ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളപ്പോൾ ഞാൻ നന്നായി ഓർക്കുകയാണ്. ഇപ്പോൾ BJPയുടെ ചില ചങ്ങാതിമാരെല്ലാം വല്ലാതെ ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ഈ വ്യക്തിയെ, ഞാൻ അനിൽ ബോസിനെ തന്നെയാണ്, അദ്ദേഹത്തെ ഈ ഭത്സിക്കുന്നത് പോലെ, വല്ലാതെ പരിഹസിക്കുന്നത് പോലെ. തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മൾ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഒരു അഹങ്കാരത്തിൻ്റെതായ ധ്വനിയിൽ BJPയുടെ വക്താക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്നിട്ടാണ് ഈ 400-നപ്പുറം എന്നുള്ള നിലയിലേക്ക് പറഞ്ഞത്. ഇവിടെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടല്ലോ. കർഷകരുടെയും തൊഴിലാളികളുടെയും ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരുമായിട്ടുള്ളവരുടെയും വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടല്ലോ. ഇന്ത്യയിൽ ഒരു സെൻസസ് പോലും നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതായ ദുരന്തങ്ങൾ, 2021 സെൻസസ് നടത്തിയിട്ടില്ല, 2024 തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് ഭരണഘടനാപരമായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടല്ലോ.
നമ്മൾ ഈ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ കയ്യിലേക്ക് സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടുന്നതും അത് ഈ ഇന്ത്യയിലെ സാധാരണ മനുഷ്യരുടേതായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കപ്പെടുന്നതും അവരുടെ കൂലിയും വരുമാനവും ഇല്ലാതാകുന്നതും ജീവിതം തന്നെ ഈ വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടല്ലോ. ഒഴിഞ്ഞുകിടക്കുന്നതായ 20 ലക്ഷം വേക്കൻസികൾ നികത്താത്തതും അതുകൊണ്ട് സാമൂഹ്യനീതി അപ്രത്യക്ഷമാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യൻ ഫെഡറലിസത്തിന് ഏൽക്കുന്നതായ ക്ഷതം, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഇന്ത്യൻ ജുഡീഷ്യറിയെ അടക്കം വരുതിയിൽ നിർത്താനായി ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടല്ലോ. മുമ്പ് പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയും ദേശീയതയും തമ്മിൽ പലപ്പോഴും വേർതിരിച്ചറിയാൻ വല്ലാതെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പോലെ ഞങ്ങൾ ഈ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ പറയും, മഞ്ഞച്ചേരയും ചേനത്തണ്ടനെയും തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. മഞ്ഞച്ചേരയെ കാണുന്നത് അതിങ്ങനെ ഭാഗ്യമായി ചില വീട്ടമ്മമാർ പറയും. മഞ്ഞച്ചേരയാണ്, അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ, ചേനത്തണ്ടനെ കണ്ടിട്ട് മഞ്ഞച്ചേരയാണെന്ന് വിചാരിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തം എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ ഇന്ത്യ ഭരിക്കുന്നതായ രാഷ്ട്രീയ കക്ഷിയും അതിൻ്റെ നേതാക്കന്മാരും ജനങ്ങളെ വല്ലാതെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഈ വർഗീയത കുത്തിവെക്കുന്നതിന് അതിങ്ങനെ ഈ അതിൻ്റെ വിഷം ഇങ്ങനെ വ്യാപിപ്പിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഇതെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രശ്നങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം കൂടി ചർച്ച ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. UDFും അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെയുള്ള വികാരം ചർച്ച ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും തിളക്കമാർന്ന വിജയം ഇവിടെ കിട്ടിയത്. അതുമാത്രമല്ല, കേന്ദ്രത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാകണമെങ്കിൽ അവിടെ കോൺഗ്രസ് വേണം. അതുകൊണ്ട് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നതല്ല ജനങ്ങൾ സ്വീകരിച്ചത്. കേരളത്തിൽ പകരം കോൺഗ്രസിനെയാണ് സ്വീകരിച്ചത്. അതിൽ പിണറായി വിരുദ്ധത കൂടി അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും കേരളത്തിൽ നിലപാട് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം നിങ്ങൾക്കെതിരെ ഉയരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ BJP ജയിക്കുവാനുള്ള കാരണത്തിൻ്റെ ഒരാൾ എന്ന രീതിയിലും കാണുന്നത് LDFനെയാണ്. അവർക്കും അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുകയില്ല. UDFനും അവരും കുറ്റാരോപിത നിഴലിലാണ്. പക്ഷേ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, തിരുവനന്തപുരത്ത് ഞങ്ങൾ BJP ജയിക്കുവാൻ ഒരു തരത്തിലും അനുവദിച്ചില്ല എന്ന്. അവിടെ നിങ്ങൾക്ക് നേരെയും അവർ ശരമെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നതുപോലെ തന്നെ വോട്ട് കുറയുന്നു എന്നത് ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കോ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചർച്ചയിലൊക്കെ ചിലർ പറയാറുണ്ട് വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു വോട്ട് ബാങ്കൊന്നുമില്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. എന്നാൽ എല്ലാ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള അങ്ങനെ കമ്മിറ്റഡ് കേഡർമാരുടെ വോട്ടുകളുണ്ട്. ഞാൻ തുറന്നു പറയാമല്ലോ, എൻ്റെ പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൻ്റെ പാർട്ടി പിന്തുണ നൽകുന്നതായ സ്ഥാനാർത്ഥി, ഒരു മുന്നണി അത്തരത്തിലൊരു ധാരണ ഉണ്ടായാൽ ആ സ്ഥാനാർത്ഥിക്ക് ഞാൻ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത് പരസ്യമായ കാര്യമല്ല, രഹസ്യമൊന്നും അല്ലല്ലോ. അത്തരത്തിലുള്ളവരുണ്ട്, അത്തരത്തിലുള്ള റാങ്ക് ആൻഡ് ഫയൽ ഉണ്ട്, എല്ലാ പാർട്ടികൾക്കുമുണ്ട്. അല്ലാതെ പലപ്പോഴും വോട്ടുകൾ രേഖപ്പെടുത്തപ്പെടുമ്പോൾ അന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏതിലേക്കാണ് തെരഞ്ഞെടുപ്പ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന അതേ പാറ്റേണിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താറില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന അതേ പാറ്റേണിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താറില്ല. ആൻറ്റി ഇൻകംബൻസി ഫാക്ടറാണ് പറയുന്നത് എങ്കിൽ ഞാൻ മഞ്ജുഷിനോട് ഒറ്റ നിമിഷം കൊണ്ട് ഞാനിതിന് മറുപടി പറയാം. ഹിമാചൽ പ്രദേശ് ആരാ ഭരിക്കുന്നത്? അവിടെ സംസ്ഥാന സർക്കാർ അവിടെ അങ്ങനെ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് എത്ര സീറ്റാണ് ഇപ്പോൾ ഉള്ളത്? ലീഡ് നിലയിലാണെങ്കിലും എന്താ അവസ്ഥ? തൊട്ട് വടക്ക് കർണാടക സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ്? ബഹുഭൂരിപക്ഷം സീറ്റുകളിലേക്കും അവിടെ ആരാണ് അത്തരത്തിൽ ലീഡ് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ നമ്മൾ പലയിടത്തും നോക്കിയാലേ ഈ പറയുന്നതെല്ലാം അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ആ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ള നിലയിലേക്ക് മുദ്രകുത്താനായി കഴിയില്ല. അങ്ങനെ പറയുന്നതാണ്. അതുകൊണ്ടാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ചോദിക്കുന്നത് നിങ്ങളുടെ സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലാണോ അല്ലയോ എന്ന്. അത് ചിലർ നെഞ്ചു വിരിച്ചു പറയും, ആയിക്കോട്ടെ ഞങ്ങളുടെ സർക്കാരിനുള്ള വിലയിരുത്തലാണെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ 2004 എന്തിനാണ് ഇവിടെ AK ആന്റണി രാജിവെച്ചത്? അതുപോലും ഉണ്ടായതാണല്ലോ അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് ശേഷം. ഞാൻ താങ്കളിലേക്ക് വരാം. JR പത്മകുമാർ ചേരുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട വ്യക്തി ശ്രീ JR പത്മകുമാറാണ്. പത്മകുമാർ, എന്തുകൊണ്ട് BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല? ശരിയാണ്, NDA എന്ന രീതിയിൽ നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷം കിട്ടി, പക്ഷേ ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞില്ല. 370 എന്നിടത്തു നിന്നാണ് 240 തികയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത്. അത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പാർട്ടി എന്തായാലും പരിശോധിക്കും. എന്തുകൊണ്ട് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ സമയത്തും മുന്നണിയായിട്ടാണ് ഭരണം നടത്തിയിരുന്നത്. NDA മുന്നണിക്ക് ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിന് യാതൊരു തടസ്സമില്ല. തീർച്ചയായിട്ടും
ആ ഭരണത്തിൽ വരുമെന്നുള്ളതിൽ സംശയമില്ല. ഓരോ പ്രദേശത്തെയും പൊതുവിൽ നമുക്കറിയാമല്ലോ, ഓരോ പ്രദേശത്തെയും ഉണ്ടായിട്ടുള്ള ചില ആ പ്രാദേശിക വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാവാം. അത് എന്താണ് എന്നുള്ള കാര്യം പരിശോധിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കി പൂർവാധിക ശക്തിയായിട്ട് തന്നെ ഇന്ത്യയിൽ ഭരണം. പക്ഷെ അത് അമിതമായ ആത്മവിശ്വാസം അത് നിങ്ങളെ കുടുക്കിയല്ലോ. കാരണം ഇത്തവണ 400-ലധികം എന്നുള്ള മുദ്രാവാക്യം എടുത്തിട്ടു, ഒറ്റയ്ക്ക് 370 സീറ്റുകൾ എന്ന മുദ്രാവാക്യം ഇട്ടു. അവിടെ ഈ ഇന്ത്യ സഖ്യം എന്നുള്ളത് വെറുതെ അവിയൽ സഖ്യമാണ് എന്ന രീതിയിൽ നിങ്ങൾ കണ്ടു. പക്ഷെ അവരുടെ യോജിപ്പ് ഉയർന്നു വരുന്നത് നിങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ ഇതൊന്നും ആവുകയില്ല എന്ന് നിങ്ങൾ അമിതമായ ആത്മവിശ്വാസം പുലർത്തി. അത് തിരിച്ചടിയായി പ്രചരണം നടത്തി. അല്ലല്ല, പല രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി. അത് താൽക്കാലികമായി ചില ആളുകളുടെ ഇടയിൽ സ്വാധീനം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. അതൊന്നും ശാശ്വതമായ ഒരു നിലനിൽപ്പുണ്ടായില്ല. ഞങ്ങൾ സ്ഥിരമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക, അല്ലെന്നൊരു സംശയം വേണ്ട. ശക്തമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഭാരതത്തിൽ തിരിച്ചു വരുമെന്നുള്ളൊരു സംശയമില്ല. ഇപ്പോൾ അതല്ലോ അധികാരം നിലനിർത്തി എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ലല്ലോ ശ്രീ ജയകുമാർ. അധികാരം നിലനിർത്തി എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നുണ്ടോ? താങ്കൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടോ? അധികാരം നിലനിർത്തി ഇതാ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മൂന്നാമതും വരുന്നു എന്ന് ഉറപ്പിച്ചു പറയുവാൻ ഈ ഘട്ടത്തിൽ പറ്റുമോ ഇല്ലയോ? ശരിയാണ്, ഏറ്റവും വലിയ ഒറ്റ പാർട്ടി എന്ന നിലയ്ക്ക് സർക്കാർ രൂപീകരിക്കുവാൻ രാഷ്ട്രപതി ക്ഷണിച്ചേക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ. അല്ല, അത് മുന്നണി രാഷ്ട്രീയത്തിന്റെ മര്യാദയാണല്ലോ. ഇന്ന് അമിതമായിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമുള്ളൂ. NDA മുന്നണി കൂടിയതിനു ശേഷം ആരാണ് പാർട്ടി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് നിശ്ചയിക്കും. അതിനുശേഷമല്ലേ അനൗൺസ് ചെയ്യും. ഏകപക്ഷീയമായി അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ സമയത്തും അതുണ്ടായിട്ടില്ലല്ലോ. ശരി, ശ്രീ അനിൽ ബോസ്, ഈ കെ മുരളീധരൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഘട്ടത്തിൽ? കാരണം ഇവിടെ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിലും വലിയ വിജയം, സംസ്ഥാന കോൺഗ്രസിലെ ചില നേതാക്കൾ ഇത്രയും വലിയ വിജയം പ്രതീക്ഷിച്ച് കാണുകയില്ല ദേശീയ തലത്തിൽ. അതായത് ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് ഇത്രയും സീറ്റുകളിലേക്ക് വരുന്നത്. 100 തൊടുകയാണ് കോൺഗ്രസ്. അതുപോലെ കേരളത്തിൽ 2019 അതേപടി തന്നെ കോൺഗ്രസ് ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ കെ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും ഒരു തീരുമാനമെടുത്താൽ അത് വീണ്ടും പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസ് അവോയ്ഡ് ചെയ്യേണ്ടതല്ലേ? ഈ തിളക്കമാർന്ന വിജയം ഉണ്ടാകുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ടതല്ലേ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബാധ്യത എന്ന് പറയുന്നത്? അതിലേക്ക് ഞാൻ വരാം. ഞാൻ സാഗൂതം ശ്രദ്ധിച്ചത് എൻ്റെ സ്നേഹിതൻ BJPയുടെ വക്താവായിട്ടുള്ള ശ്രീ പത്മകുമാർ പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, BJPയുടെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് വാഴ്ത്തുപാട്ടിൻ്റെ ബഹളമല്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാകും എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രസംഗിച്ച് പ്രചരണം നടത്തിയ ആളുകൾക്ക് അത് പറയാനുള്ള ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയ യാഥാർത്ഥ്യം. ആ തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും അഹങ്കാരം അമിതമായാൽ, അതൊരാൾരൂപമായി മാറിയാൽ അതിനുള്ള കൃത്യമായ തിരിച്ചടി കൊടുക്കാൻ കഴിയുന്ന ജനാധിപത്യ ബോധമുള്ള രാജ്യമാണ് ഇന്ത്യ. ജനതയുള്ള രാജ്യമാണ് ഇന്ത്യ. നല്ല സമയത്ത് ജനിച്ച, ഒരുപാട് സമ്പന്നതകളുള്ള, സംസ്കാരമുള്ള, സംസ്കൃതിയുള്ള നാടാണ്. ഈശ്വര വിശ്വാസികളുടെ നാടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചറിയാൻ ഇപ്പോഴെങ്കിലും കഴിഞ്ഞതിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പിന്നെ ശ്രീ കെ മുരളീധരൻ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ശ്രീ മുരളീധരൻ്റെ തോൽവി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക്, ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്ക് അഭിമാനപൂർവ്വം സല്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരെടുത്ത് പറയണമെങ്കിൽ അത് കെ മുരളീധരൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും. കെ മുരളീധരൻ ഇപ്പം ഒരു നിമിഷത്തിൻ്റെ വികാരത്തിൽ ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കുകയാണ്, എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായി, പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ഇടതുപക്ഷ മുന്നണി വിജയിച്ചാൽ പോലും എനിക്ക് ദുഃഖമില്ല. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഔന്നത്യം നാം നോക്കിക്കാണേണ്ടത്. വർഗീയ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാതെ, നേമത്തെ 3-ാം സ്ഥാനത്തായിരുന്നല്ലോ അല്ലേ? നേമത്ത് അദ്ദേഹം 3-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പൊ തൃശ്ശൂർ 3-ാം സ്ഥാനത്തായി. ആ 3-ാം സ്ഥാനത്ത് പോകും എന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോഴും ഒരു പാർട്ടി നൽകുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാതെ പോരാട്ടം നടത്താൻ കഴിയുന്ന ഒരു നേതാവാണ് ശ്രീ കെ മുരളീധരനെങ്കിൽ ഒരു ബ്രേക്കും കെ മുരളീധരൻ എടുക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അറിയാം മുരളീധരൻ ആരാണെന്ന്, മുരളീധരൻ്റെ ഫൈറ്റിംഗ് മോഡ് എന്താണെന്ന്, ആ മുരളീധരനെ എവിടെ ഇരുത്തണം
എവിടെ എത്രത്തോളം ഉയരങ്ങളിൽ എത്തിക്കണം, എങ്ങനെ സംരക്ഷിക്കണം. അല്ല, അദ്ദേഹം എന്തുകൊണ്ടാ തീരുമാനം എടുത്തിരിക്കുന്നു എന്നത് കൂടി ഉണ്ടല്ലോ ശ്രീ അനിൽ ബോസ്, എന്തുകൊണ്ടാ തീരുമാനം എടുത്തിരിക്കുന്നു എന്നത് കൂടി ഉണ്ടല്ലോ. ഈ അന്തർധാരകൾ പാർട്ടിയിലും ഉണ്ടായിരുന്നു, അവിടെ BJP-യെ സഹായിച്ചിട്ടുണ്ട്, അത് കോൺഗ്രസിലെ നേതാക്കൾ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാതെ പറയുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് സ്വയം ബോധ്യമായി അദ്ദേഹത്തിന്റെ വോട്ടുകൾ എന്തുകൊണ്ട് കുറഞ്ഞുവെന്ന്. അത് മറ്റാരുടെയും കുറ്റം കൊണ്ടല്ലല്ലോ. അത് മാത്രമല്ല, അദ്ദേഹം ഒരു LDF-നെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം കുറ്റപ്പെടുത്തുന്നുണ്ട്. അവിടെ LDF-ന്റെ വോട്ടുകൾ ഇത്രയുമല്ലേ കൂടിയിട്ടുള്ളൂ എന്ന്. അങ്ങനെയല്ല, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തൃശ്ശൂരിൽ വലിയ പോളിംഗ് ഒന്നും നടന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ കുതിച്ചുയരണം LDF-ന്റെ വോട്ടുകൾ എന്ന് വാശി പിടിക്കാനും പറ്റില്ല. പക്ഷെ കുറഞ്ഞത് K മുരളീധരന്റെ വോട്ടുകളാണ്. അത് മാത്രമല്ല, കേരളത്തിലുള്ള തരംഗം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അത് മോദി വിരുദ്ധത അല്ലെങ്കിൽ മോദി അവിടെ നിന്ന് മാറണം എന്നത് മാത്രമല്ല ഉദ്ദേശിച്ചത്, പിണറായിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഈ പിണറായി സർക്കാരിന് ഒരു അടി കൊടുക്കണം എന്നുള്ള വിശ്വാസം കൂടി ഉണ്ടായിരുന്നില്ലേ 2019 ആ ശബരിമല വിഷയമൊക്കെ വന്നതുപോലെ. അതുകൂടി പ്രതിഫലിച്ചുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ഭൂരിപക്ഷം ഓരോ മണ്ഡലത്തിലും UDF-ന് കിട്ടിയത്. അവിടെയാണ് താൻ പിന്തള്ളപ്പെട്ടു പോയല്ലോ എന്നുള്ള ബോധ്യം, ആ ഒരു ആശങ്ക അല്ലെങ്കിൽ ആ സങ്കടം K മുരളീധരൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആരോ അവിടെ പാലം വലിച്ചു, അത് BJP-ക്ക് വേണ്ടിയുള്ള പാലം വലി കൂടിയാണെന്ന് K മുരളീധരന് ബോധ്യമായി. അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരമൊരു തീരുമാനം എടുക്കില്ലായിരുന്നു. അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട. അതൊക്കെ നമുക്ക് വിശദാംശങ്ങൾ വരട്ടെ. നമുക്ക് ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും ഓരോ സാഹചര്യങ്ങൾ എടുത്തിട്ട് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. ആലപ്പുഴയിൽ ഇരുന്നുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ BJP അവിടെ ജയിച്ചു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടാവും, പക്ഷെ BJP-യുടെ രാഷ്ട്രീയ വിജയമായി തൃശ്ശൂരിലെ വിജയത്തെ ഞാൻ കാണുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കിയോ, ഒരു പരിധിക്കപ്പുറം ഒരാളെ വ്യക്തിഹത്യ ചെയ്താൽ അതാരായാലും, ഏത് പാർട്ടി ആയാലും, അത് ഏത് കാര്യത്തിലായാലും, ഏത് രംഗത്തായാലും, ഒരു പരിധിക്കപ്പുറം വളഞ്ഞിട്ട് ആക്രമിച്ചാൽ ജനങ്ങൾക്കൊരു സെന്റിമെന്റ്സ് സ്വാഭാവികമാണ്. അദ്ദേഹം തൃശ്ശൂർ പാർലമെന്റ് മത്സരിക്കുന്നു, തോക്കുന്നു. തൃശ്ശൂർ അസംബ്ലി മത്സരിക്കുന്നു, തോക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള ഇടത് ക്യാമ്പിൽ നിന്നും മറ്റ് ക്യാമ്പുകളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള, ഇപ്പം ഞങ്ങളുടെ ആളുകളും അടക്കം അദ്ദേഹത്തെ ഒരുപാട് അപഹസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അപഹസിക്കുക എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ആ അപഹസിക്കുന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ ആളുകൾ റിയാക്ട് ചെയ്യും. അതിന് രാഷ്ട്രീയമൊന്നും അവിടെ നോക്കത്തില്ല. അതുകൊണ്ട് തൃശ്ശൂരിലെ വിജയം ഏതെങ്കിലും ഒരു പാർട്ടി LDF-നെ കാലുവാരിയിട്ടും UDF-നെ കാലുവാരിയിട്ടും ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. UDF-നും LDF-നും കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്ന പല ആളുകളും ഇത്രയും കാലമായില്ലേ, ഇത്രയുമൊക്കെ ആളെ അദ്ദേഹത്തെ ഇട്ട് ചവിട്ടിയില്ലേ, സുരേഷ് ഗോപി അല്ലേ, അതായിക്കോട്ടെ എന്ന് വിചാരിച്ച ഒരു സെന്റിമെന്റ്സ് അവിടെ വർക്കൗട്ട് ചെയ്തു എന്ന് വിശ്വസിക്കാനാണ് എൻ്റെ ബോധ്യം. ആ ഒരു സെന്റിമെന്റ്സ് അവിടെ വർക്കൗട്ട് ചെയ്തു. അല്ലാതെ BJP-യുടെ ഒരു രാഷ്ട്രീയ വിജയമായി ഞാൻ ആ വിജയത്തെ കാണുന്നില്ല. അവർക്ക് അങ്ങനെ പറയാം, ഞങ്ങളുടെ ശക്തിയാണ്, NDA-യുടെ ശക്തിയാണെന്ന് പറയാം. അവരുടെ വോട്ടുണ്ടാവും, അവരുടെ അടിത്തറ വോട്ടുണ്ടാവും, അതിനൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ അതിലുപരിയായി സുരേഷ് ഗോപിയോട് ഒരു സെന്റിമെന്റ്സ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറച്ചു കാലത്ത് അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ള ക്യാമ്പയിനുകൾ. അത് ഏതു ഭാഗത്തു നിന്നുണ്ടെങ്കിലും അതൊരു സെന്റിമെന്റ്സ് ഉണ്ടാകാനും ആ വോട്ട് അദ്ദേഹത്തിൽ എത്താനും സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് BJP-യുടെ രാഷ്ട്രീയ വിജയമായി ഞാൻ കാണുന്നില്ല. അതുപോലെ മറ്റു മണ്ഡലങ്ങളിലെ UDF-ന്റെ തിളക്കമാർന്ന വിജയത്തെ, അതായത് 9 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾക്ക് 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുകയാണ്. അത് ചിലയിടങ്ങളിൽ 2 ലക്ഷവും കടന്ന് കുതിച്ച് വയനാട്ടിൽ 3 ലക്ഷവും കടന്ന് 3.25 ലക്ഷത്തിൽ അധികമായിട്ട് വരികയാണ്. അപ്പോൾ ഇത്രയും വലിയ ഭൂരിപക്ഷം UDF-ന് ഓരോയിടത്തും കിട്ടുന്നു. അടൂർ പ്രകാശ് ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം വിജയം തിളക്കമുള്ളതായിരുന്നു. അദ്ദേഹം മാത്രമാണ് കഷ്ടിച്ച് ആറ്റിങ്ങലിൽ ജയിച്ചത്. അതിൽ എന്തൊക്കെ ഫാക്ടറികൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും കേരളത്തിൽ താങ്കളുടെ വിലയിരുത്തലിൽ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിരുദ്ധതയായിരുന്നു ഏറ്റവും വലിയ തുറുപ്പുചീട്ട്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 19 സീറ്റിൽ ജയിക്കാനുള്ള തുറുപ്പുചീട്ട് പിണറായി വിരുദ്ധതയാണ്. ആ വിരുദ്ധത ജനങ്ങൾക്ക്, ഞങ്ങൾക്ക് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിക്കാർക്ക് മാത്രമല്ല, പിണറായിയുടെ ധാർഷ്ട്യ രാഷ്ട്രീയത്തോട്, സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങളോട് വളരെ കൃത്യമായ പ്രതിഷേധം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒരുപോലെ അലയടിച്ചുയർന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ശ്രീ K സുധാകരൻ ധർമ്മടത്തിൽ ലീഡ് ചെയ്തിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലുള്ള ആളുകൾക്ക് പോലും അദ്ദേഹത്തിന് മറികടന്ന്, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ മറികടന്ന് K സുധാകരൻ വോട്ട് ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ കൃത്യമായ പിണറായി വിരുദ്ധത ഈ സംസ്ഥാനത്തുടനീളം ആഞ്ഞടിച്ചിട്ടുണ്ട്. അതൊരു ഘടകമാണ്.
രണ്ടാമത്തെ ഒരു ഘടകം നേരത്തെ സമ്പത്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രാധാന്യം, ഇന്ത്യ സഖ്യത്തിന്റെ പ്രാധാന്യം, ആ പ്രാധാന്യം കൃത്യമായ ബോധ്യം മോഡിക്കെതിരായി, ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായി, വർഗീയ രാഷ്ട്രീയത്തിനെതിരായി ഈ രാജ്യം നിലനിൽക്കണമെന്നും ഈ നാടിന്റെ ഭരണഘടന നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. എനിക്കറിയാലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ ബൂത്തിലെയും 10-20 ആളുകൾ സ്ഥായിയായി CPM-ന് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകൾ CPM-നോട് പ്രതീക്ഷിച്ച് വോട്ട് ചെയ്യാൻ പോയിട്ടില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ പോയിട്ടില്ലല്ലോ. CPM-കാരായ അതേസമയം അനുഭാവികളായി നിൽക്കുന്ന ആളുകൾ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാൻ ഇതിനു മുമ്പ് മഞ്ജുഷുമായി ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജയിക്കും. ആ ജയിക്കുന്നത് 1 ലക്ഷത്തിന് മുകളിൽ പോകുന്നെങ്കിൽ ഞങ്ങളുടെ എതിരാളികളാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നവരടക്കം ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അവരങ്ങനെ വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരങ്ങനെ വോട്ട് ചെയ്യുന്നത് ഈ സർക്കാർ, സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങളിലുള്ള പ്രതിഷേധമാണ്. CPM തിരുത്തത്തില്ല, CPM-ന് തിരുത്താൻ കഴിയില്ല. പഴയ CPM അല്ലെന്ന് ഞാനിതൊന്നും സംസാരിക്കാതിരുന്നത് സമ്പത്തും നമ്മളുമായി ഒരു തർക്കം വേണ്ട. ഒരാൾ വീണ് കിടക്കുമ്പോൾ ചവിട്ടുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പോയിന്റിലേക്ക് കടക്കാഞ്ഞത്. അത് കടക്കാൻ പോലും തയ്യാറാഞ്ഞത്. ഇപ്പോഴും ഇവരുടെ പാർട്ടിക്ക് തിരുത്താൻ പറ്റില്ല എന്നേ. കാരണം ഇവരുടെ പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയാതെ വാ മൂടിക്കെട്ടിയിരിക്കുന്നവരെ മാത്രമേ അതിൻ്റെ അകത്തേക്ക് പോകുള്ളൂ. തുറന്നു പറയാൻ ആർജവമുള്ള പലരും ഉണ്ട്, പക്ഷെ അവരാരും പറയുന്നില്ല. പറയാൻ കഴിയുന്ന ആളുകളെ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുമില്ല. ഇപ്പം മുഖ്യമന്ത്രിക്ക് സ്തുതിവേല ചെയ്യുന്ന കുറെ ആളുകൾ മാത്രമാണ് CPM ലീഡർഷിപ്പ് അല്ലെങ്കിൽ ക്യാബിനറ്റിലൊക്കെ ഉള്ളത്. മുഖ്യമന്ത്രിക്കെതിരായി മിണ്ടാൻ കഴിയില്ല. ആ മുഖ്യമന്ത്രിയെ പേടിയാണ് ഇവർക്ക്. ഒരു ഇപ്പൊ മുരളീധരൻ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ, പറയാൻ മുരളീധരൻ ഒരു തന്റെ ഇടം ഉണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ ഞങ്ങളത് പോസിറ്റീവായി എടുക്കുമല്ലോ, തിരുത്തണ്ടാണെ തിരുത്തുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു CPM-കാരന് നട്ടല്ലുറപ്പോടെ മുഖ്യമന്ത്രിയുടെ നടപടികളിലുള്ള പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ വലിയൊരു വെല്ലുവിളിയാണല്ലോ സമ്പത്ത്. പിണറായി വിരുദ്ധത പ്രതിഫലിച്ചു കേരളത്തിൽ എന്നുള്ള അനിൽ ബോസിന്റെ ഈ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, താങ്കൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു? ഇല്ല എന്ന് താങ്കൾ പറയും എങ്കിലും ഇപ്പം ഞങ്ങൾ 3 പേരും വക്കീലന്മാരാണല്ലോ, ഞങ്ങൾ 3 പേരും അഭിഭാഷകരാണല്ലോ. അപ്പോൾ നമ്മുടെ ചങ്ങാതി അനിൽ ബോസ് പറഞ്ഞ കാര്യത്തോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞെടുത്തു നിന്ന് ഞാൻ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ വേറെ കൂടുതൽ തർക്കം, ഇപ്പോൾ പത്മകുമാർ ഞാനും ഇവിടെ തിരുവനന്തപുരത്ത് അടുത്തടുത്ത് വക്കീൽ ഓഫീസുകളുള്ളവരുമാണ്, അതുകൂടി പറഞ്ഞേക്കാം. നമ്മൾ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു, പോളിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളത് പോലെ അല്ലെങ്കിൽ അതിന് ആളുകളെ അങ്ങനെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എതിരാളിയെ ഒന്ന് സ്നബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. അനിൽ ബോസ് പറഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 ഞാൻ അന്ന് LDF-ന്റെ സ്ഥാനാർത്ഥിയായി ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു പരാജയപ്പെട്ട ആളാണല്ലോ. ഞാൻ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ട് LDF-ന്റെ ഒരംഗം മാത്രം വിജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം പിണറായി സർക്കാർ, ആ പിണറായിക്ക് 2ാം ഊഴം നൽകുന്നതായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് വന്നത്? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഇവിടെ അനിൽ ബോസ് പറഞ്ഞതുപോലെ സഖാവ് പിണറായി വിജയനെതിരായി, CPM-നെതിരായി, അതിന്റെ നേതൃത്വത്തിനെതിരായി, LDF-നെതിരായി അല്ല ഞാൻ അങ്ങ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ്. അല്ല, അനിൽ ബോസ് പറഞ്ഞ അത് സമ്മതിച്ചു. അങ്ങ് പറഞ്ഞ നിയമസഭാ പാർട്ടിയാണും അങ്ങ് പറഞ്ഞ പഞ്ചായത്ത് പാർട്ടിയാണും അങ്ങ് പറഞ്ഞ പാർലമെന്റ് പാർട്ടിയാണും അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതെ, അതിൽ എന്താന്ന് പറഞ്ഞാൽ അനിൽ ബോസ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാം. നമ്മളത് ഒരു സ്നേഹ സംവാദമായി കരുതിയാൽ മതി, പത്മകുമാറുമായിട്ടായാൽ പോലും. താങ്കൾ പറഞ്ഞതിൽ അന്ന് ഇങ്ങനെ സഖാവ് പിണറായി വിജയനെതിരായി വികാരം, അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഗവൺമെന്റിന്, സഖാവ് പിണറായി വിജയന്റെ ആ ഗവൺമെന്റിന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം MLA-മാർ നൽകിക്കൊണ്ട് അങ്ങനെ ഒരു 2ാം ഊഴം എന്നുള്ള നിലയിൽ എന്തെല്ലാം ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നുകൂടി മറന്നു പോകരുത്. ഈന്തപ്പഴത്തിൽ കുരു എന്നുള്ളതും പരിശുദ്ധ ഖുർആനകത്ത് സ്വർണ്ണം കടത്തിയ ആ കുരുവിന്, ആ ഈന്തപ്പഴത്തിന്റെ കുരു അടക്കം സ്വർണ്ണമാണെന്നും ഒക്കെ ഉള്ളത് ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, മറുഭാഗത്ത് BJP-യുടെ പ്രചണ്ഡമായിട്ടുള്ള ആക്രമണങ്ങൾ, പിന്നെ ഈ മാധ്യമങ്ങളുടേതായിട്ട് നമ്മളൊക്കെ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ പോലും അന്ന് കേട്ടിട്ടുള്ള അല്ല, ഇത് ഞാൻ ഡിബേറ്റിന്റെ കാര്യത്തിനല്ല, അനിൽ ബോസ് പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണല്ലോ ആ ഗവൺമെന്റിന് ഒരു ഭരണ തുടർച്ച എന്നിട്ടും ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഇപ്പൊ ഉണ്ടായിട്ടുള്ളതിൽ എന്താ? അതെ, ഫ്രണ്ട്ലി ടോക്കാണ്. ഇറ്റ്സ് എ ഫ്രണ്ട്ലി ടോക്ക്. ഇതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പറയുന്നത് ഇപ്പം എന്താ, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഇങ്ങനെയാണ് എങ്കിൽ
സിദ്ധരാമയ്യക്കെതിരായിട്ടുള്ള വികാരമാണ് കർണാടകത്തിൽ BJPക്ക് ഭൂരിപക്ഷം സീറ്റ് ലഭിക്കാനിടയായത് എന്ന് അനിൽ ബോസ് സമ്മതിക്കുമോ? ഇല്ല, സമ്പത്തിൽ അതിനകത്ത് ഞാൻ ഇടപെടുകയാണ്. കാരണം അവിടെ കോൺഗ്രസിന് നേട്ടമാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണത്തെ ഒറ്റ സീറ്റിൽ നിന്നല്ലേ, കഴിഞ്ഞ തവണത്തെ ഒറ്റ സീറ്റിൽ നിന്ന് അവിടെ കയറി വന്നത് ഇത്തവണ കർണാടകയിൽ ഞങ്ങൾക്ക് നേട്ടമാണ് ഉണ്ടായത്. കർണാടകയിൽ BJPയുടെ ഒപ്പം എത്തിയില്ല എന്നേ ഉള്ളൂ, നേട്ടമാണ് ഉണ്ടായത്. അധികാരത്തിലിരിക്കുമ്പോൾ അവിടെ ഉള്ള MLA-മാരുടെ എണ്ണത്തിന് ആനുപാതികമായും കർണാടകയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾ പരിശോധിക്കുക. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ MLA-മാരുടെ എണ്ണത്തിന് ആനുപാതികമായി നടന്നിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിന് പുറത്ത് ആയിരുന്നപ്പോഴും മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മേൽക്കൈ ലഭിച്ചിട്ടില്ല. നമ്മളിവിടെ ഒരു ചർച്ച, കൃത്യമായൊരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടേ അത് നേരെ അതും പ്രത്യേകിച്ച് നമുക്ക് പിണറായി വിജയന്റെ കഴുത്തിലേക്ക് തന്നെ അതെങ്ങനെ തന്നെ കൊണ്ടുവെക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ അതങ്ങനെ അല്ലല്ല. അതെ, ഞങ്ങൾക്ക് ഇവിടെ അധികാരമുള്ളപ്പോൾ നേരത്തെ 2-3 ആംഗിളിൽ ഓരോ വിഷയങ്ങളും നമ്മൾ എടുക്കുമ്പോൾ അതിലൊരു കാരണം സമ്പത്തിന്റെ പരിമിതി നമുക്കറിയാം. മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് ചർച്ചയിൽ പറയാൻ കഴിയില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഒരു നേതാവ് ഒരുപക്ഷെ പ്രതികരിച്ചേക്കും, അങ്ങനെ കോൺഗ്രസ് നേതാവാണ് മുഖ്യമന്ത്രിയെങ്കിൽ. പക്ഷെ ഒരുപക്ഷെ സമ്പത്തിന് അങ്ങനെ പ്രതികരിക്കാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു മോശമായ ഒരു കാര്യമായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ കൃത്യമാണ്, വ്യക്തമാണ്. മുഖ്യമന്ത്രിക്കെതിരായ ജനവിധി കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയത്തിന് ഇത്രയും ജനപിന്തുണ തന്നിട്ടുള്ളത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. എനിക്ക് പത്മകുമാറിലേക്ക് കൂടി പോകണം. ഞാൻ സമ്പത്തിലേക്ക് വരാം. ശ്രീ JR പത്മകുമാർ, ഒരു പ്രസ്താവന അനിൽ ബോസിന്റേതായിട്ട് വന്നു. തൃശ്ശൂരിൽ വിജയമാണ്, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമാണ്, അത് BJPയുടെ വിജയമല്ല. ഇതാണ് അനിൽ ബോസിന്റെ വാക്കുകൾ. കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ അംഗീകാരം, അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറേയേറെ മോശമായിട്ട് ചിത്രീകരിച്ചിരുന്നു. ഇതിനുള്ള പ്രതിഫലമാണ് അവിടെ കിട്ടിയത് എന്നാണ് അനിൽ ബോസിന്റെ വിശദീകരണം. അത് രാഷ്ട്രീയ വിജയമായി കണക്കാക്കേണ്ട എന്ന്. അല്ല, അദ്ദേഹം സ്വയം വിമർശിക്കുന്നത് നല്ലത് തന്നെയാണ്. അദ്ദേഹത്തിന് പറ്റിയ, അവരുടെ പാർട്ടിക്ക് പറ്റിയ തെറ്റ് പൊതുസമൂഹത്തിൽ പറയുന്നത് തെറ്റ് ശരിയാണ്, ഏറ്റു പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലല്ലോ മുരളീധരൻ പറഞ്ഞിരുന്നത്. മുരളീധരൻ അവിടെ തൃശ്ശൂർ മത്സരിക്കാൻ വന്നപ്പോൾ പറഞ്ഞത് എന്താ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി മത്സരിച്ചു, BJPക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ പരാജയപ്പെടുത്തി, അതിനുവേണ്ടി എനിക്ക് വോട്ട് ഞാൻ കൂടുതൽ പിടിച്ച് BJPയെ തോൽപ്പിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ വന്നിരിക്കുന്നു. ഇന്നലെ പറഞ്ഞത് എന്താ? റിസൾട്ടിന് തൊട്ട് മുന്നേ പറഞ്ഞത് ഞാൻ 1ാം സ്ഥാനത്ത് വരും, BJP 2ാം സ്ഥാനത്ത് വരുന്നുണ്ടെങ്കിൽ പോലും അത് ഇടതുപക്ഷം വോട്ട് മറിച്ചു കൊടുത്താണ് എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് 3ാം സ്ഥാനത്തേക്ക് പോയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അതിൽ കാൻഡിഡേറ്റിന്റെ വ്യക്തിപ്രഭാവവും ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമായിരുന്നൊരു സീറ്റായിരുന്നു തിരുവനന്തപുരത്ത്. മഞ്ജുഷ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. 5 മണ്ഡലത്തിൽ CPM വോട്ട് മറിച്ചിരിക്കുക. CPMന്റെ നിലവിൽ MLA-മാരുള്ള മണ്ഡലങ്ങള് കഴക്കൂട്ടം CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ LDF-ന് കിട്ടിയത് 34,000 വോട്ട്. വട്ടിയൂർക്കാവ് CPM MLA ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 28,000 വോട്ട്. തിരുവനന്തപുരം ഇപ്പൊ MLA ഉള്ള സ്ഥലം 27,000 വോട്ട്. നേമം 33,000 വോട്ട്. കോവളം 39, നമ്മുടെ നെയ്യാറ്റിൻകര 35,000 വോട്ട്. ഇവിടെ എല്ലാം CPM MLA-മാരുള്ള സ്ഥലമാണ്. 35,000-ന് മുകളിലൊരു വോട്ട് കിട്ടിയിട്ടില്ല. പൂർണ്ണമായും BJP പരാജയപ്പെടുത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തിയ സ്ഥാനാർത്ഥിയെ തന്നെ CPIയുടെ സ്ഥാനാർത്ഥിയെ ഒറ്റുകൊടുത്തുകൊണ്ട് വോട്ട് മറിച്ച് നേടിയ വിജയമാണ്. പൂർണ്ണമായും വോട്ട് മറിച്ച് നേടിയ വിജയമാണ്. പക്ഷെ അവിടെ അത് നടന്നില്ല. നിർഭാഗ്യവശാൽ തൃശ്ശൂർ നടന്നില്ല എന്നുള്ളൊരു വിഷമമാണ് ഇവർക്കുള്ളത്. അല്ലാതെ ഈ ജനങ്ങളുടെ ഇവരുടെ മാനിഫെസ്റ്റോ ജനങ്ങൾ അത് വിശ്വസിച്ച് അങ്ങ് വോട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതൊന്നും ധരിക്കണ്ട. LDF-ലെ CPM-ന്റെ ജനാധിപത്യത്തിന്റെ നടപടിക്രമങ്ങളെ ദുർബലമാക്കുവാൻ വേണ്ടി നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങളല്ലേ? തൃശ്ശൂരിൽ ജനങ്ങൾ സാധാരണഗതിയിൽ വോട്ട് ചെയ്തു, പക്ഷെ തിരുവനന്തപുരത്ത് വന്നപ്പോഴേക്കും അത് വോട്ട് മറിക്കലായി. അതെങ്ങനെ ശരിയാകും? രണ്ടിടത്തെയും താരതമ്യം ചെയ്ത് പറയുമ്പോൾ
ഇവിടെ കഴിഞ്ഞ അങ്ങനെയല്ലല്ലോ ഞാൻ രീതി പറഞ്ഞത്. ആയിരുന്നു. നിങ്ങൾ analyze ചെയ്യൂ. 2019 നോക്കുകയാണെങ്കിൽ ചർച്ചയ്ക്ക് ലോക്സഭാ വേണ്ടിയിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ ഇതേ രീതിയായിരുന്നു. ഇരിക്കുന്നത്. അവിടെ ഈ UDF ജയിക്കണം. MLA ഉള്ള കഴക്കൂട്ടത്ത് എത്ര വോട്ടാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്? നമ്മുടെ പട്ടൂർക്കാവില് CPM MLA ആണ്. എത്ര വോട്ടാണ് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റു കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA-മാരെ കിട്ടിയ മണ്ഡലങ്ങൾ എല്ലാം പരിശോധിക്കേണ്ടി വരും. അവിടേക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത്തവണ തൂത്തുവാരുകയായിരുന്നു UDF ചെയ്തത്. എല്ലാം പരിശോധിക്കുക. ഞാൻ പറഞ്ഞ 30-35 മുകളിലോട്ട് ഒരു മണ്ഡലത്തിന് പോയിട്ടില്ല. CPM ഇടതുപക്ഷത്തിന്റെ വോട്ട് 1-ന് പോയിട്ടില്ല. BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു ധാരണ ഉണ്ടായെങ്കിലും CPM-ന്റെ വോട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കോൺഗ്രസിന് കിട്ടിയില്ല. അത്രേ ഉള്ളൂ. കാസർഗോഡ് ഇടത് കോട്ടയാണ്. അവിടെ 93,000 വോട്ടുകൾക്കാണ് UDF ജയിച്ചത്. അവിടെ അന്തർധാര കൊണ്ടാണോ? ജനങ്ങൾ വോട്ട് ചെയ്തു ഉണ്ണിത്താൻ അനുകൂലമായിട്ട്, അതുകൊണ്ട് വന്നതാണല്ലോ. അപ്പോൾ ഒരു മണ്ഡലത്തിൽ വോട്ട് മറുമണ്ഡലത്തിൽ വോട്ട് ഇത് പതിവായിട്ട് കേൾക്കാൻ തുടങ്ങുകയാണ്. മാക്സിമം 2 മണ്ഡലങ്ങളാണ് കൂടുതൽ. അല്ല, അവിടുത്തെ 2 മണ്ഡലങ്ങളാണ് ഞങ്ങൾ കാസർഗോഡും മഞ്ചേശ്വരം അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസിയാണ് അവിടെ എന്തെങ്കിലും കാര്യമായി ചെയ്യാൻ കഴിയുന്നത്. ബാക്കി എല്ലാം ഇടതുപക്ഷ കോട്ടകളാണ്. അവിടെ ഞങ്ങൾ ഈ നേട്ടം കൈവരിച്ചില്ലേ? നിങ്ങൾ ആലപ്പുഴ എടുത്തു നോക്കൂ. ഇടതുപക്ഷത്തിന്റെ കോട്ടകളിലെല്ലാം ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലേ? വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? അപ്പോൾ BJP-യോട് ആളുകൾക്ക് എതിർപ്പാണ്, MD-യോട് എതിർപ്പാണ്, മോഡിയോട് എതിർപ്പാണെങ്കിൽ ആ നിലയിലേക്ക് വരുമോ? കേരളത്തിൽ സാഹചര്യം കണ്ടു കേട്ടോ. എത്ര പെർസെന്റേജ് ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഒരു സെക്കൻഡ് പത്മകുമാർ, എത്ര ശതമാനം വോട്ട് BJP-ക്ക് കിട്ടിയിട്ടുണ്ട് കേരളം ആകെ നോക്കുമ്പോൾ? കൃത്യമായ കണക്ക് താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? അവസാനം ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് വെച്ചാണെങ്കിൽ അത് കൂട്ടിയെടുക്കേണ്ടി വരും. ശതമാന കണക്ക് ഞാൻ എടുത്തിട്ടില്ല. ഞാനിപ്പോ ഈ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ശരിയാണ്. 17 കൂടുതൽ എന്തായാലും വന്നിട്ടുണ്ട്. കാരണം 17 കൂടുതൽ വന്നിട്ടുണ്ട്. കാരണം ഒരിടത്ത് ജയിക്കാൻ കഴിഞ്ഞു, തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞു. ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി, കഴിഞ്ഞ തവണ 248 പക്ഷേ അതെ ആറ്റിങ്ങലിൽ അതെ 2ാം സ്ഥാനത്തെത്തിയ ആളുമായിട്ട് 10,000 വോട്ടിന്റെ 3 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടി. ആലപ്പുഴയിലും ശരി. പക്ഷേ 20% അടുത്ത വോട്ട് എന്ന് പറയാം, അത്രയും വന്നിട്ടില്ല. NDA-യും കൂടെ വന്ന് നോക്കുകയാണെങ്കിൽ, ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ, BDJS-ന്റെ വോട്ടുകൾ കൂടി ഞങ്ങൾ 6-6.5 ലക്ഷം 7 ലക്ഷം വോട്ട് നേടിയിട്ടുണ്ട്. ശരി, അത് അനിൽ ബോസ് നിസാര കാര്യമല്ല. കേരളത്തിൽ BJP വളരുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് തന്നെയാണിത്. കഴിഞ്ഞ തവണത്തേക്കാൾ പെർസെന്റേജ് വ്യത്യാസപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലേ, അതൊക്കെ പെർസെൻറ്റേജ് വരട്ടെ, നമുക്ക് പരിശോധിക്കാം. നിയമത്ത് ഇവർക്ക് MLA ഉണ്ടായിരുന്ന സ്ഥലമല്ലേ, ഒരു MLA ഉണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് MLA ഉണ്ടായി MP ഉണ്ടായി എന്നൊന്നും വിചാരിച്ച് നമ്മൾ കാണണ്ട. ചിലയിടങ്ങളിൽ അവർക്ക് വോട്ട് കൂടിയിട്ടുണ്ട്, അത് ഗൗരവമായി പരിശോധിക്കും. അത് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അതൊക്കെ പരിശോധിക്കും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തൃശ്ശൂരിലെ വിജയത്തെ രാഷ്ട്രീയ വിജയമായി കേരളത്തിലെ പൊതുസമൂഹം കാണും എന്ന് ഞാൻ കരുതുന്നില്ല. BJP-യുടെയോ NDA-യുടെയോ വിജയമായി ഞാൻ കാണുന്നില്ല. അവർക്ക് അവിടെ അടിത്തറയുണ്ട്, ഞാനത് തന്നെ പറഞ്ഞല്ലോ. അവർക്ക് വോട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് തൃശ്ശൂർ. പക്ഷേ ജയത്തിന് ആധാരം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയോടുള്ള സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ അങ്ങനെ അവഗണിക്കേണ്ട ഒരാളല്ല അദ്ദേഹം. വ്യക്തിപരമായി എത്രയോ കാലമായി എനിക്കറിയാമല്ലോ, കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുത്ത് കൊല്ലത്ത് മത്സരിക്കാൻ ആലോചിക്കുകയും ആലപ്പുഴ DCC-യിലടക്കം ഞങ്ങൾ ഉൾപ്പെടെ പരിപാടി നടത്തി കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ച് പ്രസംഗിപ്പിച്ചിട്ടുള്ള ആളല്ലേ സുരേഷ് ഗോപി. അതിനൊരു ഘട്ടത്തിൽ സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല. അദ്ദേഹം അതിനുശേഷം ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു. നയനാരുമായി വളരെ നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെയും മത്സരിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായില്ല. അദ്ദേഹം മറ്റൊരു ഓപ്പർച്യൂണിറ്റി എടുത്തു. ആ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് കോടീശ്വരൻ അടക്കമുള്ള പരിപാടികൾ കഴിഞ്ഞ് ജനങ്ങളിലേക്ക് കൂടുതൽ റീച്ചുള്ള സമയത്താണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അവർ രാജ്യസഭാംഗമാക്കി, സിനിമയിൽ അഭിനയിക്കുന്നു, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, പിന്നെ പല തെരഞ്ഞെടുപ്പുകളിൽ തോക്കുന്നു, അദ്ദേഹത്തെ ആളുകൾ കളിയാക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു സെൻറ്റിമെൻറ്റ്സ്. രാജഗോപാൽ എന്തുകൊണ്ടാണ് നിയമത്ത് ജയിച്ചത്? ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആളുകൾക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകുമെന്നേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായ വിജയമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അത് BJP-യുടെയോ NDA-യുടെ രാഷ്ട്രീയ വിജയമല്ല. ഞാൻ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ഇടതുപക്ഷത്തിന് വോട്ട് പോയോ? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് ഞങ്ങൾക്ക് ആകെയുള്ള ചാലക്കുടിയിലൊരു MLA. ചാലക്കുടി തൃശ്ശൂർ പാർലമെൻറ്റിലല്ലല്ലോ, ബാക്കിയുള്ള എല്ലാ ഇടതുപക്ഷ MLA-മാരല്ലേ. അങ്ങനെയാണ് ഞങ്ങളെങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഞങ്ങൾ എത്രയോ വലിയ മാർജിനിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത്.
അപ്പം അങ്ങനെ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് ചർച്ച ചെയ്യാം. അതുകൊണ്ടാണ് കെ മുരളീധരൻ ഒരു നിമിഷത്തെ വികാരത്തിൽ പറഞ്ഞതിൻ്റെ പുറകെ ഞാനിപ്പോൾ ഒരു തർക്കത്തിന് പോകാത്തത്. അങ്ങനെ തർക്കിക്കേണ്ട കാര്യമില്ല. കെ മുരളീധരൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ, ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ അഭിമാനപൂർവ്വം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഇലക്ഷനിലെ മാൻ ഓഫ് ദി മാച്ച് ശ്രീ കെ മുരളീധരൻ തന്നെയാണ്. കെ മുരളീധരന് സ്വാഭാവികമായും വിഷമം ഉണ്ടാവും. ആ വിഷമങ്ങൾ പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് കോൺഗ്രസ് പാർട്ടിക്കറിയാം. ഇതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ള സന്ദർഭമുണ്ടല്ലോ മുരളി. പോയ ആളെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് അവരോധിക്കരുത് ദയവായിട്ട്. എത്രയോ UDF-ന്റെ നേതാക്കൾ തിളക്കമാർന്ന മാൻ ഓഫ് ദി മാച്ച് പോരാട്ടത്തിൽ ജയിക്കുന്നത് മാത്രമല്ല യുദ്ധത്തിൽ പ്രധാനം. ജയിച്ചു ഒരു യുദ്ധത്തിൽ എവിടെ ജയിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തെ പോരാളിയായിട്ട് ഒരാളെ മാൻ ഓഫ് ദി മാച്ച് അവരോധിക്കാൻ പറ്റും. എങ്ങനെ അവരോധിക്കാൻ പറ്റും? എത്രയോ നേതാക്കൾ പൊരിഞ്ഞ പോരാട്ടം നൽകി വിജയിച്ചിട്ടുണ്ട്. ഇന്ന് തോൽവി പരിശോധിക്കണമെന്ന് അദ്ദേഹത്തെ പോലുള്ള നേതാക്കളെ താങ്കളുടെ ഈ പ്രതികരണം UDF-ന്റെ വിജയം നേടിയ നേതാക്കളെ കൊച്ചാക്കുന്ന രീതിയിലായി ഒരു കൊച്ചാക്കലുമല്ല. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ MLA-മാരും ഒരു സെക്കൻഡ് നിങ്ങൾ കേട്ടെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ MLA-മാരും LDF ആണ്. തർക്കമുണ്ടോ നിങ്ങൾക്ക്? തർക്കമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധക്കളത്തിൽ ഇറങ്ങി നിന്ന് ആയുധമെടുത്ത് പോരാടാൻ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു സെക്കൻഡ് അങ്ങനെ പറഞ്ഞു പോലെ കെ മുരളീധരനെ പോലെ ഒരു പോരാളി നേമത്ത് തോൽക്കുന്ന സീറ്റാണെന്ന് അറിഞ്ഞിട്ടും വന്ന് BJP-യെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി മത്സരിച്ചാണല്ലേ? അതിന് തന്റെ ഇടം വേണ്ടേ? ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഈ മാച്ചൊന്നുമല്ല. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും അതല്ല, എത്രയോ നേതാക്കളുണ്ട്. അല്ലല്ല, എന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാൻ ഓഫ് ദി മാച്ചാണ്. ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ മുരളീധരനെ സ്നേഹിക്കും, മാനിക്കും, ആദരിക്കും. പക്ഷെ മുരളീധരൻ അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചുമതല തന്നെയാണ് അദ്ദേഹത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുക, സ്ഥാനമാനങ്ങൾ കൊടുക്കുക, വേണമെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ആൾ ഇന്ത്യ സെക്രട്ടറി ആക്കുക. അതൊക്കെ നിങ്ങളുടെ ചുമതല അല്ല. അത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവാന്നേ BJP-ക്കെതിരെ പോരാട്ടം നടത്താൻ തോറ്റാൽ പോലും തന്റെ ഇടത്തോടുകൂടി വന്ന് മുരളീധരന് വിഷമമുണ്ടെങ്കിൽ ആ വിഷമങ്ങൾ പരിഹരിക്കും. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാന്നേ. ഞങ്ങളെ ചെയ്തോളാം. ആ കട്ടിൽ ആരും മാനിക്കണ്ട. ഞങ്ങള് പരിഹരിച്ചോളാം. സമ്പത്ത് തോറ്റാൽ പോലും കെ മുരളീധരനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയാണ് UDF ചെയ്യുന്നത്. അത് UDF-ന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ BJP-യുടെ വരവിനെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അതിന് അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങളുമുണ്ട്. അവിടെ അന്തർധാര എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പറഞ്ഞ കാര്യമാണല്ലോ. പല കേസുകളിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി CPM ചില സഹായങ്ങൾ BJP-ക്ക് ചെയ്തു കൊടുക്കുകയായിരുന്നു ഉണ്ടായത്. അതിപ്പോഴും പ്രതിഫലിച്ചുവെന്ന് സുധാകരൻ ഇന്ന് പറയുന്നു. BJP-യും പിണറായി സർക്കാരും പിണറായിയും ചേർന്ന് ഉണ്ടാക്കിയ ഒരു കരാറാണ് അത്. തൃശ്ശൂരിൽ അത് പ്രാവർത്തികമാക്കി. പക്ഷേ അത് എവിടെയാണ്? തിരുവനന്തപുരത്ത് ഞങ്ങൾ പരാജയപ്പെടുത്തിയെന്ന്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി പറയാനായി ഞാൻ ആളല്ല. അദ്ദേഹത്തെ പോലുള്ള അത്തരത്തിലുള്ള സംഘടനാ ചുമതല ഉള്ള അത്തരത്തിലുള്ള വളരെ പ്രാഗൽഭ്യവും പരിജ്ഞാനവുമുള്ള രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ പറയട്ടെ. അതിന് ഞങ്ങളുടെ പാർട്ടിയിലാണ് എങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ അതിന് സമശീർഷരായിട്ടുള്ള അതിന് തുല്യരായിട്ടുള്ളവർ അത്തരം കാര്യത്തിൻ്റെ അതിന് മറുപടി പറയും. ഇവിടെ ഇപ്പോൾ എൻ്റെ രണ്ട് ചങ്ങാതിമാരും പറഞ്ഞതിൽ നമ്മുടെ മഞ്ജുഷ് ഇന്നിപ്പോൾ നമ്മുടെ ഈ ഒരു ചർച്ച അങ്ങനെ ഒരു ഒരു വലിയ പ്രത്യാക്രമണ സ്വഭാവത്തിലല്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ എ ബാറ്റിൽ ലോസ്റ്റ് ഇസ് നോട്ട് എ വാർ ലോസ്റ്റ്. ഒരു യുദ്ധമുന്നണിയിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പരാജയം, ഒരു പിന്മാറ്റം എന്നുള്ളത് കൊണ്ടൊന്നും തന്നെ ഒരു യുദ്ധം, ആ പോരാട്ടം അത് പരാജയപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ദേശീയമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമാണുള്ളത്. ആ പ്രാധാന്യം എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നവരിൽ ആദ്യമായി നടാടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ അതിൻ്റെ 3 ഘട്ടങ്ങളിൽ തുടരെ തൻ്റെ രാഷ്ട്രീയ എതിരാളിക്ക് പുറകിലായിരുന്നു. അപ്പോൾ പരാജയപ്പെട്ടു പോയ സ്ഥാനാർത്ഥിയുണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ.
അപ്പോൾ അത് ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം, നമ്മളിപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ പറ്റിയെല്ലാം പറയുമ്പോൾ ഈ ചില കാര്യങ്ങളിലെല്ലാം അവർ വഹിക്കുന്ന സ്ഥാനങ്ങൾ, ആ സ്ഥാനങ്ങളിൽ അവർ പുലർത്തേണ്ടതായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ, അതിൽ ഇപ്പം ഞാൻ റോൾ മോഡൽ എന്നൊന്നും പറയുന്നില്ല, അങ്ങനെ ഇപ്പോൾ ആരെയും റോൾ മോഡലായി പറയാനൊന്നും കഴിയുന്ന ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും നല്ല ഒരു മനസ്സ് നന്നാകട്ടെ എന്നുള്ളതേ നമുക്ക് എല്ലാവരോടും പറയാനായി കഴിയുള്ളൂ. പക്ഷേ എടുത്ത നിലപാടുകൾ എന്തായിരുന്നു, പറഞ്ഞ വാചകങ്ങൾ എന്തായിരുന്നു, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, ഒരു ഭരണകൂടത്തിൻ്റെ കരങ്ങളെ എങ്ങനെയെല്ലാമാണ് ദുരുപയോഗം ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അവരുടെ നേതാക്കൾ തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ള നുണകൾ എന്താണ്, തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഭത്സിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ എന്താണ്, ഈ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ പരിഹസിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ളതും, ഒടുവിൽ തൻ്റെ അധികാരം നഷ്ടപ്പെടുന്ന വേളയിൽ അനുയായികളെ ആയുധവുമായി ക്യാപിറ്റോളിലേക്ക് വരാനും അവിടുത്തെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് എങ്ങനെ ആയുധമെടുത്തുകൊണ്ട് ഈ വിധത്തിൽ ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയതും, ഇന്നും അത് കേസും കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നടന്നതായിട്ടുള്ള ഒരു വനിതയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിഷയവും മറ്റു കാര്യങ്ങളും മാത്രമൊന്നുമല്ല. അപ്പോൾ അതൊന്നുമല്ല നമുക്ക് മാതൃക. നമുക്ക് മാതൃക എന്നുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നമുക്ക് കാട്ടിത്തന്നൊരു മാതൃകയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ലാത്തൊരു മനുഷ്യൻ, അധികാരം എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഏത് സ്ഥാനവും ഈ രാഷ്ട്രം വെള്ളിത്തളികയിൽ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുക്കുമായിരുന്നതായ അത്തരത്തിലുള്ള, ഈ ലോകം കണ്ട അത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറകൾ വിശ്വസിക്കുമോ എന്ന് അങ്ങനെ ഐൻസ്റ്റീൻ ചോദിച്ചൊരു മനുഷ്യൻ ഇല്ലേ. ഞങ്ങളൊക്കെ വിപ്ലവകാരികളായിരിക്കാം, പക്ഷെ ഞങ്ങളെല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണെന്ന് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഹോച്ചിമിൻ പറഞ്ഞത്. ഞങ്ങൾ അതിനേക്കാൾ മുകളിലല്ല, അതിനേക്കാൾ താഴെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്തിലെ 161 രാഷ്ട്രങ്ങൾ അദ്ദേഹത്തിനെ ചിത്രീകരിച്ച് സ്റ്റാമ്പുകൾ പുറപ്പെടുവിച്ചു. USA ചാമ്പ്യൻ ഓഫ് ലിബർട്ടി എന്ന, സോവിയറ്റ് യൂണിയൻ 12 തവണ, ചൈന 8 തവണ. ആരെക്കുറിച്ച്? മഹാത്മാഗാന്ധിയെക്കുറിച്ച്. അദ്ദേഹത്തിനെ എങ്ങനെയൊക്കെയാണ് എഴുത്താനായി ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും എല്ലാം പ്രോംപ്റ്റർ വെച്ചിട്ടാണ്, നിങ്ങളുടെ മുമ്പിൽ ഈ ലാപ്ടോപ്പ് ഇരിക്കുന്നത് പോലെ പ്രോംപ്റ്റർ വെച്ച് അത് നോക്കിയിട്ടാണ് അവരുടെ എല്ലാം പ്രസംഗങ്ങൾ. ഏത് ഭാഷയിൽ വേണമെങ്കിലും, അതിൽ തനിക്കിഷ്ടപ്പെട്ട ഭാഷ, ഇംഗ്ലീഷോ ഹിന്ദിയിലോ വരുന്നത് ആ ഭാഷ വേണമെങ്കിൽ മറ്റേ ഭാഷയിൽ, ഒരുപക്ഷെ റഷ്യൻ ഭാഷയിലോ, അതല്ല ഇനി വേണമെങ്കിൽ ജർമ്മൻ ഭാഷയിലോ പ്രസംഗിക്കാം. മലയാളത്തിൽ എഴുതി തന്നാൽ നമുക്ക് പറയാൻ കഴിയുമല്ലോ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എങ്ങനെയാവുന്നത്? ഒരു തിരുത്തെങ്കിലും പറഞ്ഞു. ശരി, ഇടപെടുകയാണ് ശ്രീ എസ് സമ്പത്ത്. സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ്. പക്ഷേ ഇതെല്ലാം ചർച്ച ചെയ്തു. UP-യിലടക്കം വലിയ തിരിച്ചടി ഇത്തവണ BJPക്ക് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്ത് വരെ എത്താനേ കഴിഞ്ഞിട്ടുള്ളൂ BJPക്ക്. അവിടെയും ഏതാണ്ട് 32 സീറ്റുകളുടെ കുറവ് BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് വരുന്നു. NDA എന്ന രീതിയിൽ അധികാരത്തിൽ എത്തേണ്ടി വരികയാണ്. സഖ്യകക്ഷികളുടെ സഹായത്തോടെ വരും ദിവസങ്ങളിൽ നാടകീയമായ നീക്കങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് UDFന്റെ തരംഗം. ഇത് പിണറായി സർക്കാരിനെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും ഇനി CPM-ൽ നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതികരണങ്ങൾ. അതോടൊപ്പമാണ് K മുരളീധരൻ തൽക്കാലം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന നാടകീയമായ പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഒക്കെ മറ്റ് വഴികളിലേക്ക് മാറുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. को